ഇടുക്കി എന്ന മിടുക്കി എപ്പോഴും രാഷ്ട്രീയമായി ചാഞ്ചാട്ടം കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. CM സ്റ്റീഫനും MM ലോറൻസും PT തോമസും ഫ്രാൻസിസ് ജോർജുമൊക്കെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഇടുക്കി. എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയും, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട്, തൊടുപുഴ, ഇടുക്കി എന്നിവ ചേരുന്നതാണ് ഈ പാർലമെൻറ്റ് മണ്ഡലം. UDF ഇത്തവണ മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെയാണ്. LDF ആകട്ടെ മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെയും. ഇരുവരും തമ്മിലുള്ള മൂന്നാമത്തെ മത്സരമാണ് ഇത്തവണത്തേത്. രണ്ടുപേരും ഓരോ തവണ വിജയിപ്പിച്ചും പരാജയപ്പെടുത്തിയും മുന്നേറുകയാണ്. NDA സ്ഥാനാർത്ഥിയായി BDJSൻ്റെ അഡ്വക്കേറ്റ് സംഗീതയും മത്സരിക്കുന്നു. ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും മലയോര ജനതയുടെ പ്രശ്നങ്ങളാണ് ഈ മണ്ഡലത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത്. വന്യജീവി അക്രമം, പട്ടയ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കാർഷിക വിലത്തകർച്ച, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതുമാത്രവുമല്ല, വ്യക്തമായ രാഷ്ട്രീയ മത്സരം കൂടിയാണ് ഇത്തവണ ഇടുക്കിയിൽ നടക്കുന്നത്. സാധാരണഗതിയിൽ ഇടുക്കിയിൽ ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത് കേരള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ അടവ് നയം പ്രമാണിച്ച് മറ്റേതെങ്കിലും ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളെയോ ആണ്. എന്നാൽ ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണമെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് അവർ അരിവാൾ ചുറ്റിക നക്ഷത്രം തന്നെ നൽകിയിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ UDFും LDFും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. BJPക്ക് കാര്യമായി എന്തെങ്കിലും തിരഞ്ഞെടുപ്പിൽ ചെയ്യാനാകുമെന്ന് കരുതാൻ വയ്യ. കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെയും മലയോര മേഖലയിലെയും ഒക്കെ പ്രശ്നങ്ങൾ ഇവിടെ കൃത്യമായി ചർച്ച ചെയ്തത് ഡീൻ കുര്യാക്കോസിന് അനുകൂലമായി. എന്നാൽ കരുത്താർജിച്ച അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ് ഡീൻ കുര്യാക്കോസിനെ ഇത്തവണ നേരിടുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഗുണകരമായിട്ടുണ്ട്. ഇടുക്കിയുടെ മലമടക്കുകളിൽ രാഷ്ട്രീയമായി ഏറെ സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ വരവ് ഇടതുപക്ഷത്തെ ഇന്ന് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. റോഷി അഗസ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലും കോതമംഗലത്തും തൊടുപുഴയിലുമൊക്കെയുള്ള കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചായുന്നത് ഡീൻ കുര്യാക്കോസിന് കനത്ത പ്രഹരമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം. എറണാകുളം ജില്ലയിലെ കോതമംഗലവും മൂവാറ്റുപുഴയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സംസ്കാരമാണ് ഉള്ളത്. അതേസമയം തന്നെ തോട്ടം തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഉടുമ്പൻചോലയും പീരുമേടും ദേവികുളവും ഒക്കെ. അങ്ങനെ ടൂറിസവും തൊഴിലാളി വിഷയങ്ങളും കാർഷിക വിഷയങ്ങളും യാത്രാ വിഷയങ്ങളും പ്രളയവും പുനരധിവാസവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഇടുക്കിയുടെ രാഷ്ട്രീയ ഫലം എന്തുതന്നെയായാലും കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ തവണ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷം ഇത്തവണ ഡീൻ കുര്യാക്കോസിന് തുടരാൻ സാധിക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ പഠനം തെളിയിക്കുന്നത്. എങ്കിലും 50,000-നും 1 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് ഉറപ്പായും ജയിക്കുമെന്ന് വ്യക്തമാണ്.